ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. സിദ്ധിരഹസ്യം. സംപ്രജ്ഞാത സമാധി പലതരത്തിലുണ്ടെന്ന് പതഞ്ജലി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദ്രിയ ഗോചരമാകത്തക്കവണ്ണം ഭൗതിക സാക്ഷാത്കാരം നേടിത്തരുന്നതാണ് സവിതർക്ക സംപ്രജ്ഞാത സമാധി. അന്തഃകരണത്തിൽ ശബ്ദസ്പർശാദി പഞ്ചതന്മാത്രകളെ സ്വതന്ത്രമായി സാക്ഷാത്കരിക്കാൻ ഉതകുന്നതാണ് സവിചാര സംപ്രജ്ഞാത സമാധി. രജസ്സും തമസ്സും മിക്കവാറും ബുദ്ധിക്ക് സത്വഗുണം തെളിയുന്നിടത്താണ് ആനന്ദപ്രജ്ഞാതം. ശുദ്ധസത്വപ്രധാനമായ പ്രാണസാക്ഷാത്കാരമാണ് സാസ്മിത സംപ്രജ്ഞാതം. തുടർന്ന് ചില പ്രത്യേക രീതികളിൽ അഭ്യസിക്കുന്ന സംപ്രജ്ഞാത സമാധികൾ അനേകതരം സിദ്ധികൾക്ക് കാരണമായി ഭവിക്കുമെന്നും യോഗസൂത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവ ആകാശഗമനാദി സിദ്ധിഹേതുക്കളാണെങ്കിലും മുക്തിപ്രദമായ സമാധിക്ക് വിരോധികളാണ്. ആ കാരണത്താൽ തന്നെ ഈ പ്രകരണത്തിൽ നമുക്കവയെ വിട്ടുകളയാവുന്നതാണ്. തേ സമാധാ ഉപസർഗ വ്യുത്ഥാനേ സിദ്ധയഃ എന്ന സൂത്രം കൊണ്ട് പതഞ്ജലി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ധികൾ മോക്ഷസമാധിക്ക് വിഘ്നങ്ങളായി ഭവിച്ച് വ്യവഹാരവേളയിൽ മോഹിപ്പിക്കും എന്നാണ് സൂത്രാർത്ഥം. സിദ്ധികൾ മോക്ഷസമാധിക്ക് വിഘ്നങ്ങളായി ഭവിച്ച് വ്യവഹാരവേളയിൽ മോഹിപ്പിക്കും എന്നാണ് സൂത്രാർത്ഥം. ആത്മജ്ഞാനം കൂടാതെ കൃതകൃത്യതാരൂപമായ മോക്ഷം വന്നു ചേരുന്നതല്ല. അതുകൊണ്ട് ആത്മജ്ഞാനം കുതിക്കുന്നവർ സിദ്ധികളിൽ കൗതുകം കാണിക്കാൻ പാടില്ല. മറ്റൊരു സൂത്രം കൊണ്ടും പതഞ്ജലി സാധകന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സ്ഥാന്യുപനിമന്ത്രണേ സംഗസ്മയാകരണം പുനരനിഷ്ടപ്രസംഗാത് എന്നാണ് സൂത്രം. സമാധിസ്ഥാനത്ത് പ്രത്യക്ഷീഭവിക്കുന്ന ദേവന്മാരും മറ്റും സ്വർഗഭൂമികളിലേക്ക് സാധകനെ ക്ഷണിച്ചു എന്നും വരാം. എന്നാൽ അവരാൽ ആകർഷിക്കപ്പെടുകയോ അഹങ്കരിക്കുകയോ ചെയ്താൽ അനിഷ്ടമാണ് ഫലം. സാധനാഭ്യാസത്തിൽ നിന്നുള്ള പതനമാണ് അനിഷ്ടം. യോഗവാസിഷ്ഠത്തിലെ ഉദ്ദാലകന്റെ ധീരതയുടെ മുൻപിൽ ദേവന്മാർ പോലും ഇളിഭ്യരായി പിന്തിരിയുന്നതായി വിവരിച്ചിട്ടുണ്ട്. സമാധ്യഭ്യാസം ശക്തി പ്രാപിച്ചതോടെ ദേവന്മാർ ഉദ്ദാലകന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. ഉദ്ദാലകനാകട്ടെ അവജ്ഞാപൂർവം അവരുടെ ക്ഷണം തള്ളിക്കളഞ്ഞ് നിർവികൽപ്പ സമാധിക്ക് വേണ്ടിയുള്ള അഭ്യാസം തുടർന്നു. അതോടെ ദേവന്മാർ ലജ്ജിച്ച് തലതാഴ്ത്തി പിന്തിരിയുകയും ചെയ്തു. വാസിഷ്ഠത്തിൽ സിദ്ധിരഹസ്യത്തെക്കുറിച്ച് രാമൻ വസിഷ്ഠനോട് ചോദിക്കുന്നുണ്ട്. ജീവൻ മുക്ത ശരീരാണാം കഥമാത്മവിദാം വര ശക്തയോ നേഹ ദൃശ്യന്തെ ആകാശഗമനാദികാഹ. മഹാജ്ഞാനിയായ അല്ലയോ മഹർഷേ, ജീവൻ മുക്തരായി കഴിയുന്നവർക്ക് ആകാശഗമനാദി സിദ്ധികൾ എന്തുകൊണ്ടാണ് കാണപ്പെടാത്തത്? ഈ ചോദ്യത്തിന് വസിഷ്ഠൻ വിസ്തരിച്ച് മറുപടി നൽകുന്നു. അനാത്മവിദമുക്തോപി നഭോ വിഹരണാദികം ദ്രവ്യമന്ത്രക്രിയാകാലശക്ത്യാപ്നോത്യവ രാഘവ. അല്ലയോ രാമ, മുക്തിക്കും സിദ്ധികൾക്കും തമ്മിൽ ബന്ധമില്ല. ആത്മജ്ഞാനമോ മുക്തിക്കു കൊതിയോ ഇല്ലാത്ത ഒരാൾ പോലും ദ്രവ്യശക്തി, മന്ത്രശക്തി, ക്രിയാശക്തി, കാലശക്തി എന്നിവയെ ആശ്രയിച്ച് സിദ്ധികൾ നേടാവുന്നതേയുള്ളൂ. ആധുനിക ശാസ്ത്രജ്ഞൻ്റെ വിമാനയാത്ര, ചന്ദ്രഗമനം തുടങ്ങിയവ ദ്രവ്യശക്തിയെ ആശ്രയിച്ച് നേടിയിട്ടുള്ള സിദ്ധികളാണ്. ഏതെങ്കിലും മന്ത്രം കൃത്യമായി കുറേ നാൾ ജപിച്ച് മനസ്സിന് ഏകാഗ്രത നേടുന്നത് കൊണ്ടും സിദ്ധികളുണ്ടാകാം. നല്ല മന്ത്രവാദികളുടെ സിദ്ധിരഹസ്യം ഇതാണ്.
ചില ദേവതമാരെ ഉപാസനകൾ കൊണ്ട് പ്രസാദിപ്പിച്ചും ചില പ്രത്യേക രീതികളിൽ മനസ്സിനെ അഭ്യസിപ്പിച്ചും ഉണ്ടാക്കുന്ന സിദ്ധികളാണ് ക്രിയാശക്തി കൊണ്ട് നേടുന്ന സിദ്ധികൾ. ഉപാസകന്മാരുടെയും ഐന്ദ്രജാലികന്മാരുടെയും സിദ്ധികൾ ഇങ്ങനെ കിട്ടുന്നവയാണ്. ഇനിയും ചിലർക്ക് പൂർവജന്മത്തിലെ ആഗ്രഹം ഫലിച്ച് ജനനാൽ തന്നെ സിദ്ധികൾ ഉള്ളവരായി പിറക്കാൻ കഴിയുന്നു. അങ്ങനെ വന്നു ചേരുന്നവയാണ് കാലശക്തി കൊണ്ടുള്ള സിദ്ധികൾ. പക്ഷികളും മറ്റും ജന്മന ആകാശഗമന സിദ്ധിയുള്ളവയായി കാണപ്പെടുന്നുണ്ടല്ലോ. എന്തായാലും വസിഷ്ഠൻ ഇങ്ങനെ തുടരുന്നു. നാത്മജ്ഞസ്യൈഷ വിഷയ ആത്മജ്ഞോ ഹ്യാത്മമാത്രദൃക് ആത്മനാത്മനി സംതൃപ്തോ നാവിദ്യാമനുധാവതി. സിദ്ധികളെല്ലാം ഭൗതികമായ അവിദ്യാമണ്ഡലത്തിൽ പെട്ടവയാണ്. ആത്മജ്ഞാനിക്ക് അവയിൽ ഒരു കൗതുകവുമില്ല. ആത്മജ്ഞാനം നേടിയയാൾ സദാ ആത്മാനന്ദത്തിൽ തന്നെ മഗ്നനായി വർത്തിക്കുന്നു. മനസ്സ് ആത്മാവിൽ തന്നെ ഉറപ്പിച്ച് സംതൃപ്തനായി കഴിയുന്നയാൾ ഒരിക്കലും അവിദ്യയുടെ പിന്നാലെ പോകുന്നതല്ല. പ്രാപഞ്ചിക കാര്യങ്ങളായി എന്തൊക്കെയുണ്ടോ അവയെല്ലാം അവിദ്യാമയങ്ങളാണ്. പ്രാപഞ്ചിക കാര്യങ്ങളായി എന്തൊക്കെയുണ്ടോ അവയെല്ലാം അവിദ്യാമയങ്ങളാണ്. അവിദ്യയെ കൈവെടിഞ്ഞ ആത്മജ്ഞാനി അവയിൽ എങ്ങനെ മുഴുകാനാണ്? ദ്രവ്യമന്ത്രക്രിയാകാലശക്തയ സാധുസിദ്ധിദാഃ പരമാത്മപദപ്രാപ്തൗ നോപകുർവന്തി കാശ്ചന. ദ്രവ്യശക്തി, മന്ത്രശക്തി, ക്രിയാശക്തി, കാലശക്തി എന്നിവ ഏതു സിദ്ധിയും നേടിത്തരും എന്നുള്ളത് വാസ്തവം. എന്നാൽ പരമാത്മപദലാഭത്തിന് ഇവയൊന്നും തന്നെ ഉപകരിക്കുകയില്ല. സർവേച്ഛാജാലസംശാന്തൗ ആത്മലാഭോദയോ ഹി യഃ സ കഥം സിദ്ധിവാഞ്ഛായാം മഗ്നചിത്തേന ലഭ്യത്തെ. സർവകാമങ്ങളും പൂർണ്ണമായി നശിക്കുന്നതോടെയാണ് ആത്മലാഭം ഉണ്ടാകുന്നത്. സിദ്ധികൾ കൊതിച്ച് അവയിൽ മഗ്നചിത്തരാകുന്നയാൾക്ക് അതെങ്ങനെ കിട്ടുവാനാണ്? നാഗരിക സുന്ദരിമാരുമായി സദാ കഴിഞ്ഞുകൂടുന്ന ഒരാളിനെ അപരിഷ്കൃതയായ ഗ്രാമീണ യുവതിക്ക് ആകർഷിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തത്വജ്ഞാനിയായ സത്യദർശിയെ പ്രാപഞ്ചിക വിഷയങ്ങളൊന്നും ആകർഷിക്കുന്നതല്ല. അപി ശീതരുചാവർക്കേ സുതീക്ഷ്ണേപീന്ദുമണ്ഡലേ അപ്യധ പ്രസരത്യഗ്നൗ ജീവന്മുക്തോ ന വിസ്മയീ. ഒരു സിദ്ധൻ സൂര്യനെ തണുപ്പിച്ചു എന്നിരിക്കട്ടെ, ചന്ദ്രനെ ചൂടുപിടിപ്പിച്ചു എന്നിരിക്കട്ടെ, അഗ്നിയെ തലകീഴാക്കി ജ്വലിപ്പിച്ചു എന്നിരിക്കട്ടെ, ഇതുകൊണ്ടൊന്നും തന്നെ ഒരു ജീവൻ മുക്തൻ ആശ്ചര്യഭരിതനായി തീരുന്നില്ല. സർവശക്തനായ പരമപുരുഷനിൽ നിന്നും ഇങ്ങനെയുള്ള എന്തു ശക്തിവിശേഷം വേണമെങ്കിലും പ്രകടമാകാവുന്നതേ ഉള്ളൂ. ഇതറിയുന്ന ജീവൻ മുക്തന് അത്ഭുതങ്ങളിലൊന്നും കൗതുകമേ ഉണ്ടാകുന്നില്ല. ഇനി ആത്മഭാവനയിൽ കഴിയുന്ന ഒരാൾക്ക് സിദ്ധികളിൽ കൊതിയുണ്ടായെന്ന് കരുതുക. എങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധിസാധകങ്ങളായ ശക്തികളെ ആശ്രയിച്ചു തന്നെയാണ് അയാൾ സിദ്ധികൾ നേടേണ്ടത്. ആത്മസമാധി വേളകളിൽ യാദൃച്ഛികമായി സിദ്ധികൾ വന്നു ചേർന്നാൽ പോലും അവയെ തുടർന്നു നിലനിർത്തണമെങ്കിൽ പ്രത്യേക തപശ്ചര്യകൾ ആവശ്യമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. ജീവൻ മുക്തന് അത്ഭുതങ്ങളിലൊന്നും കൗതുകമേ ഉണ്ടാകുന്നില്ല. ഇനി ആത്മഭാവനയിൽ കഴിയുന്ന ഒരാൾക്ക് സിദ്ധികളിൽ കൊതിയുണ്ടായി എന്ന് കരുതുക. എങ്കിൽ നേരത്തെ പറഞ്ഞ സിദ്ധിസാധകങ്ങളായ ശക്തികളെ ആശ്രയിച്ചു തന്നെയാണ് അയാൾ സിദ്ധികൾ നേടേണ്ടത്. ആത്മസമാധി വേളകളിൽ യാദൃച്ഛികമായി സിദ്ധികൾ വന്നു ചേർന്നാൽ പോലും അവയെ തുടർന്നു നിലനിർത്തണമെങ്കിൽ പ്രത്യേക തപശ്ചര്യകൾ ആവശ്യമാണ്. ഭാഗവതം 5-ാം സ്കന്ധത്തിലെ ഋഷഭകഥയിൽ ശ്രീ ശുകനും സിദ്ധിരഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്.
ഗൃഹസ്ഥാശ്രമവും രാജ്യഭാരവും തുടരവേ തന്നെ ബ്രഹ്മാർപ്പണ ബുദ്ധിയിൽ മുഴുകിയ ഋഷഭൻ ഒടുവിൽ മഹാജ്ഞാനിയായിത്തീർന്നു. രാജ്യമെല്ലാം പുത്രനെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അവധൂത വൃത്തി കൈക്കൊണ്ടു. തുടർന്ന് യോഗൈശ്വര്യങ്ങളായ ആകാശഗമനം, അന്തർധാനം, പരകായപ്രവേശം, ദൂരഗ്രഹണം മുതലായവ യാദൃച്ഛികമായി അദ്ദേഹത്തിന് വന്നു ചേർന്നു. എന്നാൽ ജീവൻ മുക്തിക്കായി ദൃഢനിശ്ചയം ചെയ്തിരുന്ന ഋഷഭൻ സിദ്ധികളെ ആദരിക്കാതെ പുറന്തള്ളി. ഋഷഭൻ്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പരീക്ഷിത്ത് ശുഗനോട് ഒരു ചോദ്യം ഉന്നയിച്ചു. കർമ്മബീജങ്ങൾ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു കഴിഞ്ഞവർക്ക് യാദൃച്ഛികമായി വന്നുചേരുന്ന സിദ്ധികൾ ദോഷകരങ്ങളല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഋഷഭൻ അവയെ തിരസ്കരിച്ചത്? ശുഗൻ ഇതിന് നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഷഠകിരാതനെ ഒരു മൃഗം എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നുവോ അതുപോലെ ജീവൻ മുക്തിയിൽ സ്ഥിരത കൊതിക്കുന്നവർ ചഞ്ചല സ്വഭാവമായ മനസ്സിൽ ഒരിക്കലും വിശ്വാസമർപ്പിക്കുന്നില്ല. സിദ്ധികളെല്ലാം മനസ്സിൻ്റെ നേട്ടങ്ങളാണ്. സിദ്ധികളെല്ലാം മനസ്സിൻ്റെ നേട്ടങ്ങളാണ്. ന കുര്യാത് കർഹിചിത് സഖ്യം മനസി ഹ്യനവസ്ഥിതേ യദ്വിശ്രംഭാച്ചിരാചീർണം ചസ്കന്ദ തപ ഐശ്വരം. ഒരിക്കലും ഒരിടത്തും സുസ്ഥിരമായി നിൽക്കാൻ കൂട്ടാക്കാത്ത ഈ മനസ്സിനോട് സഖ്യമേ പാടില്ല. മനസ്സിനോട് സഖ്യപ്പെട്ടതു നിമിത്തം പണ്ട് പരമേശ്വരൻ വിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ട് മോഹിച്ച് ചിരകാല തപസ്സിൽ നിന്നും ഭ്രംശിച്ച കഥ പ്രസിദ്ധമാണല്ലോ. നിത്യം ദദതി കാമസ്യ ഛിദ്രം തമനുയേരയഃ യോഗിനഃ കൃതമൈത്രസ്യ പത്യുർജായേവ പുംശ്ചലി. ഒരു പ്രാവശ്യം മനസ്സിന് വഴങ്ങുകയാണെങ്കിൽ അത് തുടർന്ന് പുതിയ പുതിയ കാമങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാമത്തിനിടം കിട്ടിയാൽ അതിനെ അനുഗമിച്ച് ക്രോധ, മദ, മാത്സര്യാദി മറ്റു ജ്ഞാനശത്രുക്കളും കടന്നുവരും. ഇങ്ങനെ വിശ്വസിക്കുന്ന പതിയെ വേശ്യയായ ഭാര്യയെന്ന പോലെ മനസ്സ് യോഗിയെ ചതിക്കാനിടവരും. കാമോ മന്യുർമദോ ലോഭഃ ശോകമോഹഭയാദയഃ കർമ്മബന്ധശ്ച യന്മൂലഃ സ്വീകുര്യാത് കോനു തദ്ബുധഃ. കാമം, ക്രോധം, മദം, ലോഭം, ശോകം, മോഹം, ഭയം എന്നിവയ്ക്ക് ഇരിപ്പിടമാണ് മനസ്സ്. സകല കർമ്മബന്ധങ്ങളും ഈ മനസ്സിൻ്റെ സൃഷ്ടികളാണ്. വിവേകമുള്ള ഒരു മനുഷ്യനും ഈ മനസ്സിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് സിദ്ധിഫലങ്ങളായ സംപ്രജ്ഞാത സമാധികൾ ജീവൻ മുക്തിയിൽ അനാദരണീയങ്ങളാണ്. നേരെ മറിച്ച് ആത്മവിഷയകമായ സംപ്രജ്ഞാത സമാധി ക്രമേണ വാസനാക്ഷയത്തിനും പൂർണ്ണമായ നിരോധ സമാധിക്കും ഹേതുവായി ഭവിക്കുന്നു. അതിനാൽ നമുക്ക് അതിനെ ആദരിക്കാം. നിരോധ സമാധി സ്വരൂപം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.